അർജുന തിരുപ്പതിയായ തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പമ്പാനദിയുടെ തീരത്തായാണ് പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 18 പടികൾ കയറി വേണം മുകളിലെത്താൻ. യുദ്ധക്കളത്തിൽ നിരായുധനായ കർണനെ കൊന്നതിനുള്ള പാപഭാരം തീർക്കാനാണ് അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം. പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന ക്ഷേത്രമാണിത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് ഗീതോപദേശത്തിനിടയിൽ അർജുനന് കാണിച്ചു കൊടുത്ത വിശ്വരൂപത്തിന്റെ നിലയിലാണ് വിഗ്രഹമെന്നാണ് വിശ്വാസം. ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെതാണ് വിഗ്രഹം. എങ്കിലും ഭക്തന്മാർ കൃഷ്ണനായി കണ്ട് ആരാധിച്ചു പോരുന്നു. തിരുക്കുറലപ്പ പെരുമാൾ എന്നും ഷടങ്കരപുരേശൻ എന്നും ഭഗവാന് നാമങ്ങളുണ്ട്. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ആദ്യ വിവരണം ലഭിക്കുന്നത് പ്രാചീന കൃതിയായ നമ്മാഴ്വാരുടെ തിരുവായ്മൊഴിയിൽ നിന്നാണ്. കേരളത്തിലെ ഏറ്റവും പേരുകേട്ട 5 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശ്രീകോവിലിന്റെ തെക്ക് ഭാഗത്ത് തെക്കോട്ട് ദർശനമായി ഗണപതിയുടെ ഒരു രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. തെക്കു പടിഞ്ഞാറെ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതിനു സമീപം കിഴക്ക് ദർശനമായി യക്ഷിയെയും വടക്ക് പടിഞ്ഞാറെ മൂലയിൽ ശ്രീ ഭഗവതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വടക്കുവശത്തുള്ള കീഴ്ത്രിക്കോവിൽ ക്ഷേത്രനിരപ്പിൽ നിന്ന് 18 അടി താഴെയാണ്. ബലരാമനും പരമശിവനും ഗണപതിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ. വടക്ക് കിഴക്കേ മൂലസ്ഥാനത്ത് നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും പ്രതിഷ്ഠയും കാണാം. വിശാലമായ ക്ഷേത്ര പരിസരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് 4 വശത്തും 4 കവാടങ്ങളുണ്ട്. 4 ഗോപുരങ്ങളിൽ 4 മലദൈവങ്ങൾ കാവൽ നിൽക്കുന്നു എന്നാണ് വിശ്വാസം. അന്നദാന പ്രഭുവായ തിരുവാറന്മുളയപ്പന് ഭക്തജനങ്ങൾ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി നടത്തുന്ന വള്ളസദ്യ വളരെ കേമമാണ്. 52 പള്ളിയോടങ്ങളാണ് ഇതിൽ പങ്കെടുക്കുക. പള്ളിയോട സമിതിയിൽ നിന്ന് വള്ളസദ്യ വഴിപാടുകാരന് ലഭിക്കുന്ന പാസ് ഉള്ളവർക്ക് മാത്രമാണ് വള്ളസദ്യക്ക് പ്രവേശനമുള്ളത്. ഈ വർഷത്തെ വള്ളസദ്യ ജൂലൈ 19 മുതൽ സെപ്റ്റംബർ 16 വരെയാണ് നടത്തുന്നത്. അഷ്ടമി രോഹിണി നാളിൽ സമൂഹസദ്യ ഒരുക്കുന്നതാണ്. അത് 52 പള്ളിയോടങ്ങൾക്കും അതോടൊപ്പം വരുന്ന ഭക്തജനങ്ങൾക്കും സമൂഹസദ്യയിൽ പങ്കുകൊള്ളാൻ സാധിക്കുന്നു. പൂജയ്ക്കുള്ള ഭഗവാന്റെ നിവേദ്യത്തിന് ഏറെ പ്രത്യേകതയുള്ളതാണ് ചോറും പാൽപ്പായസവും വഴുതനങ്ങ മെഴുക്കുപുരട്ടിയും ഉപ്പുമാങ്ങയും തൈരുമാണ് നിവേദ്യം. വൈകുന്നേരങ്ങളിൽ ഉണ്ണിയപ്പവും പാലുമാണ്. ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉത്രട്ടാതി വള്ളംകളിയും തിരുവോണത്തോണിയും ഏറെ പ്രസിദ്ധവും ആകർഷകവുമാണ്. വടക്കേ ഗോപുരത്തിൽ നിന്ന് 54 പടികൾ ഇറങ്ങി വരുമ്പോൾ പമ്പാനദിയാണ് കാണുന്നത്.